അപ്പൻ രാഷ്ട്രീയം കളിച്ചാൽ, അപ്പൻ മത്സരിച്ചാൽ അത് അടുത്ത തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒരു ട്യൂഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർ കാണുന്ന യേശു എന്ന് പറഞ്ഞാൽ അപ്പന, അവർ കാണുന്ന പൗലോസ് എന്ന് പറയുന്നത് അവരുടെ അപ്പനോ അമ്മയോ. നമ്മൾ പറയാറില്ലേ, കുഞ്ഞുങ്ങളെപ്പോഴും അവരുടെ പേരൻസിനെ കണ്ട വളർന്നു വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ റോൾ മോഡലാക്കുന്നത് അവരുടെ പേരൻസിനെയാണെന്ന്. നമ്മൾ വചനത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, എന്നാൽ വൃദ്ധനായാലും അവനതിനെ വിട്ടുമാറുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പേരൻസ് എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത്? തീർച്ചയായിട്ടും പേരൻസ് എന്ന നിലയിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മെയിനായിട്ട് അവരെ പ്രത്യേകിച്ച് അഭ്യസിപ്പിച്ചില്ലെങ്കിലും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ദൈവകൃപയിൽ മുമ്പോട്ട് പോയാൽ നമ്മുടെ മക്കൾക്ക് നമ്മളാണ് റോൾ മോഡലായിട്ട് നിൽക്കുന്നത്. നമ്മൾ ദൈവകൃപയിൽ മുമ്പോട്ട് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളോട് പ്രത്യേകിച്ചൊരു ഉപദേശം പറയേണ്ട കാര്യമില്ല. അവർ ദൈവകൃപയിൽ തന്നെ വളരുവാനിടയാകും. ഇപ്പം നോഹയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നോഹ ലോകത്തുണ്ടാകാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. ലോകം മൊത്തം ആ പ്രസംഗം കേൾക്കുവാനിടയായി. പക്ഷേ കേട്ടവരാരും പെട്ടകത്തിൽ കയറിയില്ല. എന്നാൽ നോഹ പറഞ്ഞപ്പോൾ ആ വാക്കിനെ തള്ളിക്കളയാതെ നോഹയുടെ കുടുംബം, നോഹയുടെ ഭാര്യയും മക്കളും പെട്ടകത്തിൽ കയറി ആ വലിയ ന്യായവിധിയിൽ നിന്നും ആ കുടുംബം രക്ഷ പ്രാപിക്കുവാനിടയായി. പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ അതിനെ അനുബന്ധമായിട്ട് പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, അവർ പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അവർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിക്കുവാനിടയായി. ഇത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറയുന്നു. ഇപ്പം ലോകം മുഴുവൻ പ്രസംഗിച്ചിട്ട് നോഹ നേടിയെന്നിരിക്കട്ടെ, നോഹയുടെ കുടുംബത്തെ, മക്കളെ കൈവിട്ടു പോയാൽ നോഹയുടെ കുടുംബത്തെ നേടാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മാതാപിതാക്കളാണ് മക്കൾക്ക് റോൾ മോഡൽ. ഇപ്പം ഭക്തനായ നോഹയെ ആ തലമുറയിൽ ദൈവം നീതിമാനായി കണ്ടതാണ്. നോഹ ഭക്തനായിരുന്നു. നോഹയെ ദൈവം കണ്ടു. നോഹയിലൂടെ നോഹയുടെ മക്കളും വിടുവിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കാരണമായി തീർന്നു. നമ്മൾ വചനത്തിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ കുറേ എക്സാമ്പിൾസ് നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അബ്രഹാമും ഇസാക്കും, അബ്രഹാം എന്ത് ചെയ്തോ അതുപോലെ തന്നെ ഇസാക്കും ചെയ്തു. അബ്രഹാം സാറേനെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ അബ്രഹാം ചെയ്ത കാര്യങ്ങൾ, അബ്രഹാമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമെ ഇറങ്ങിത്തിരിക്ക്, നിൻ്റെ പിതൃഭവനത്തെ വിട്, ചർച്ചക്കാരെ വിട് എന്നൊക്കെ പറഞ്ഞപ്പം അബ്രഹാമിന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഒരിതില്ല. ദൈവം വാക്ക് പറഞ്ഞതുപോലെ തന്നെ മാനിക്കുവാനും ഒക്കെ ഇടയായി. എന്നാൽ താൻ സാഹചര്യവശാൽ മിസ്രൈമിൽ എത്തിച്ചേർന്നപ്പോൾ തനിക്കൊരു ഭയമുണ്ടായി. തൻ്റെ ഭാര്യയായ സാറ തൻ്റെ ഭാര്യയാണെന്ന് മിസ്രൈമിലുള്ളവരറിഞ്ഞാൽ അവർ തന്നെ കൊന്നുകളയുമോ, എന്നിട്ട് സാറയെ പിടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഭയം വന്നപ്പോൾ അബ്രഹാം എന്തോ ചെയ്തത്, അവരുടെ മുമ്പിൽ പറഞ്ഞു, ഇതെൻ്റെ സഹോദരിയാണ്. സത്യത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. സാഹചര്യം വന്നപ്പോൾ തനിക്ക് 2 കാര്യം വന്നു. 1, ഭയം നിമിത്തം തനിക്ക് രക്ഷപ്പെടണം. 2, തനിക്ക് പണം വേണം. ഇപ്പം 1 ഭയം വന്നു, രക്ഷപ്പെടണം. 2 ഭയം വന്നപ്പോൾ താൻ എന്തു ചെയ്തു, സാഹചര്യത്തെ പഴിചാരി തൻ്റെ ഭാര്യയെ സഹോദരി എന്ന് പറയുവാനിടയായി. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും വലുതായിട്ട് ദൈവവൈതലെന്ന പേര് പറയപ്പെട്ടവർ പോലും വലുതായി കാണുന്നൊരു കാര്യം, ഒന്ന് അവർക്ക് രക്ഷപ്പെടണം. എന്തെങ്കിലും കള്ളം പറഞ്ഞാണെങ്കിലും കള്ളം കാണിച്ചാണെങ്കിലും അവർക്ക് വലിയതാണ് സമ്പത്ത്. പണമുണ്ടാക്കുകയെന്നും അവർക്ക് മാന്യതയുണ്ടാവുകയെന്നുള്ളതും അവരുടെ ഒരു വിഷയമാണ്. എന്നാൽ സാഹചര്യം പറഞ്ഞ ഒന്നും ഒരു ദൈവ പൈതലിന് കാര്യസാധ്യത്തിന് വേണ്ടിയും കള്ളം പറയാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല.
അതിനെ അബ്രഹാം പറഞ്ഞതുകൊണ്ട് അതിനെ നീതീകരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇസാക്കും അബ്രഹാം ചെയ്ത അതേ കാര്യം തന്നെ ചെയ്തില്ലേ? ഭാര്യനെ സഹോദരി എന്ന് പറഞ്ഞു. അതെ, അപ്പൻ ചെയ്തത് തന്നെ മകനും ചെയ്തു. അപ്പൻ ചെയ്തത് തന്നെ മകനും ചെയ്തു. അതെ, തൻ്റെ ഭാര്യയെ സഹോദരി എന്ന് പറയുന്ന അവസ്ഥയിൽ ഇസഹാക്കും പിന്നത്തേതിൽ എത്തിച്ചേർന്നു. അപ്പം അപ്പൻ രാഷ്ട്രീയം കളിച്ചാൽ, അപ്പൻ മത്സരിച്ചാൽ, അത് അടുത്ത തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒരു ട്യൂഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവനും അതുപോലെ ചെയ്യുവാനിടയായിത്തീരും. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ലോകം മുഴുവൻ മാതൃക കാണിച്ചല്ലേ ലോകം മുഴുവൻ നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ നേടുവാൻ ഇടയായിത്തീരണം. ഇവിടെ ഇന്ന് മാതാപിതാക്കൾക്കൊക്കെ തലയ്ക്കിങ്ങനെ പിടിച്ചിരിക്കുന്നൊരു കാര്യം, സമ്പത്ത്, എങ്ങനെ സമ്പത്ത് നേടണം. ഓവർ ടൈം ജോലി ചെയ്ത് അല്ലെങ്കിൽ മക്കളെ സൺഡേ സ്കൂളിന് വിടാതെ എക്സ്ട്രാ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുന്നു. ഇവർക്കെല്ലാം എക്സ്ട്രാ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുമ്പോഴും ഓവർ ടൈം ജോലി ചെയ്യുമ്പോഴും എല്ലാം അവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണം കൂടുതൽ നേടണം, ഞങ്ങളെക്കാൾ കൂടുതൽ സമ്പത്ത് നേടുന്ന നിലയിൽ ഞങ്ങളുടെ മക്കളെ എത്തിക്കണം. അവരൊരിക്കലും ക്രിസ്ത്യ ജീവിതത്തിലെ വാല്യൂസ് അവർ ഒരിക്കലും വില കൊടുക്കുന്നില്ല. മാതാപിതാക്കൾ ഏത് രീതിയിലാണോ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്, അതായത് ഇപ്പം വചനാധിഷ്ഠിതമായി ജീവിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതല്ല, മാതാപിതാക്കൾ എങ്ങനെ വീട്ടിലായിരിക്കുന്നോ അത് കണ്ടാണ് അവർ വളരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കൾ ആത്മീയ കാര്യത്തിനും ഉപദേശ സത്യത്തിനും വീട്ടിൽ വില കൊടുത്താൽ മക്കളും അതുപോലെ അങ്ങ് വളർന്നോളും. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ കാണുന്ന യേശു എന്ന് പറഞ്ഞാൽ അപ്പനാ, അവർ കാണുന്ന പൗലോസ് എന്ന് പറയുന്നത് അവരുടെ അപ്പനോ അമ്മയോ. അതിനകത്ത് പ്രത്യേകിച്ച് ബൈബിൾ അവരെ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും അവരെ അത് കണ്ടുപഠിക്കുവാനിടയായിത്തീരും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇസാക്കിനെ യാക്കോബ് സഹോദരൻ്റെ വസ്ത്രമിട്ട് പറ്റിച്ചു. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ യാക്കോബിൻ്റെ മക്കളും പറ്റിച്ചു, വസ്ത്രത്തിൻ്റെ പേരിൽ തന്നെ. കാര്യസാധ്യത്തിന് വേണ്ടി ഇപ്പം യാക്കോബ് ചെയ്തത് ഇതൊക്കെ തന്നെ. കാര്യസാധ്യത്തിനും അനുഗ്രഹങ്ങളെ പിടിച്ചു മേടിക്കാനും കുറുക്കു വഴിയിൽ കൂടെ നേടാൻ അപ്പൻ എങ്ങനെ പരിശ്രമിച്ചോ അതുപോലെ തന്നെ കുറുക്കു വഴിയിലൂടെ പരിശ്രമിക്കാനാണ് മക്കൾ ശ്രമിച്ചത്. അപ്പൻ വില കൊടുക്കുന്നവനാണെങ്കിൽ മക്കളും വില കൊടുക്കുവാനിടയാകും. അപ്പൻ ദൈവകൃപ പ്രാപിക്കുന്നവനാണെങ്കിൽ മക്കളും ദൈവകൃപയ്ക്ക് പ്രയോറിറ്റി കൊടുക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ അഭിഷേകം പ്രാപിക്കാനായിട്ട് കാത്തിരിപ്പ് യോഗങ്ങളിലൊക്കെ തള്ളിവിടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയും പോയി അഭിഷേകം പ്രാപിക്കുക. ഞാൻ പറയട്ടെ, ഇപ്പം കാത്തിരിപ്പ് യോഗങ്ങളിലോ അല്ലെ പ്രത്യേക ആരുടെയും കൈവപ്പിന് വേണ്ടി ഓടിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പ്രോപ്പറായിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ആരാധനയുണ്ടെങ്കിൽ, മാതാപിതാക്കളോട് ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ദൈവം ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് നിശ്ചയമായിട്ടും ദൈവകൃപ പ്രാപിച്ചിരിക്കും, നിശ്ചയമായിട്ടും അഭിഷേകത്താൽ നിറയപ്പെടുവാനിടയായിത്തീരും. നമ്മൾ പേരൻസായ നമ്മൾ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടല്ലേ അവരും അത് തന്നെ ചെയ്യുന്നത്. നിശ്ചയമായിട്ടും പേരൻസ് ബൈബിൾ വായിക്കുന്നത് കണ്ടാണ്. പക്ഷെ പേരൻസിൻ്റെ കാഴ്ചപ്പാട് മാറേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ സമ്പത്ത് വേണം, ഒക്കെ ശരിയാണ്. പക്ഷെ സമ്പത്തല്ല നമ്മുടെ അടിസ്ഥാനം. സമ്പത്തിനെ അടിസ്ഥാനമാക്കിയല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പണം ജീവിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വാല്യൂ ഉള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. വചനം ഇങ്ങനെ പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിനെന്ന് ആമേൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മുമ്പേ ഒരു ദൈവ പൈതൽ അന്വേഷിക്കേണ്ടത് കർത്താവിൻ്റെ രാജ്യവും നീതിയും. അപ്പൻ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവനാണെങ്കിൽ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവാനിടയായിത്തീരും. അമ്മ പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണെങ്കിൽ തലമുറയെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആ കുഞ്ഞും പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഞാൻ കേൾക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം പറയാനുണ്ട്. സാഹചര്യവശാൽ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ വഴി അടഞ്ഞു നിൽക്കുന്ന അനേക കുഞ്ഞുങ്ങൾ, അവർ ചില രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മോൻ എൻ്റെ അടുത്ത് പറയുവാനിടയായി, രാത്രിയിൽ
പുര ചോർന്ന് വെള്ളം വീഴുകയാണോ എന്നോർത്ത് അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ അപ്പൻ അവൻ്റെ തലയ്ക്കൽ മുട്ടു മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ശബ്ദമൊന്നും പുറത്ത് വരാനില്ല. ഒരു ദിവസം അവൻ നോക്കിയപ്പോൾ അപ്പൻ അടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അമ്മ അടുത്ത് നിൽക്കുകയാണ്. ഈ അമ്മ അപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വെറുതെയല്ല. അവൻ ഏത് വലിയ ക്രിമിനലാകാനുള്ള സാഹചര്യം അവൻ്റെ മുമ്പിലുണ്ടെങ്കിലും അവനെ ദൈവകൃപയിലേക്ക് നടത്തുവാനിടയായിത്തീരും. ഇപ്പോൾ ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ കൺസീവ് ആവുന്നത് മുതൽ ആ ഉദരത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അമ്മ ഏതൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നു അതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ അമ്മ നല്ല പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സോങ് കേൾക്കുക, വചനം കേൾക്കുക, വചനം വായിക്കുക എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ ആ കുഞ്ഞും ഉണ്ടായി വരുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ വളർന്ന് ദൈവകൃപയിൽ വളർന്നു വരും. പക്ഷേ അമ്മ അതുപോലെയല്ല, സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ സാഹചര്യങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളാണ്, കൈപ്പേറിയ അനുഭവത്തിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ അത് ആ കുഞ്ഞിനെയും അഫക്റ്റ് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും അമ്മ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കുഞ്ഞും ശരിക്കും അതിൻ്റെ എഫക്റ്റ് കുഞ്ഞിലാണ്. അമ്മയ്ക്ക് ഉണ്ടാകുന്നതിൻ്റെ പല മടങ്ങാണ് ആ കുഞ്ഞിലേക്ക് വരുന്നത്. ചില അമ്മമാർ ഫീഡ് ചെയ്യുമ്പോഴും കൂടെ അപ്പനോടുള്ള അവരുടെ അപ്പനിൽ നിന്നേറ്റതോ മറ്റ് സാഹചര്യങ്ങളിൽ മറ്റു പലരിൽ നിന്നേറ്റ റിജക്ഷൻ, ഇത് അമ്മയുടെ ദേഹിയിൽ ഏൽപ്പിക്കുന്ന മുറിവുകളുണ്ട്. അമ്മ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ ഈ കൈപ്പൂടെ കുഞ്ഞിൻ്റെ അകത്തോട്ട് കുത്തിവെച്ചായിരിക്കും വിടുന്നത്. അമ്മ കടന്നുപോയ സാഹചര്യം അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അമ്മ ഒരിക്കലും ആ കുഞ്ഞിനെ അങ്ങനെ ട്രെയിൻ ചെയ്യരുത്. അമ്മ അറിയുന്നില്ലെങ്കിൽ പോലും അമ്മ ആ കുഞ്ഞ് അറിയുന്ന ഹൃദയസ്പന്ദനം, ആ കുഞ്ഞ് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അപ്പനോടുള്ള പ്രതികാര മനോഭാവത്തോടെ ആയിരിക്കും ആ കുഞ്ഞും വളർന്നു വരുന്നത്. അമ്മൻ ആ കുഞ്ഞിനെ അങ്ങനെ വരുന്ന ഉടനെ ആ കുഞ്ഞ് ദൈവവചനത്തിൽ നിന്നും പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. വചനം പറയുന്നത്, നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തമായി തരുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പം അമ്മയും അപ്പനും തമ്മിലുള്ള വിഷയത്തിൽ ബഹുമാനക്കുറവ് അമ്മ ഈ കുഞ്ഞിലേക്ക് അമ്മ പോലും അറിയാതെ ആ ഒരു കയ്പിൻ്റെ വിത്ത് കുഞ്ഞിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് അതൊരു തടസ്സമാണ്. ഇന്ന് അനേകം അമ്മമാർ മനസ്സിലാക്കുന്നില്ല. അമ്മ എപ്പോഴും ചെയ്യുന്നത് അപ്പനില്ലാത്തപ്പോൾ അപ്പൻ്റെ കുറ്റങ്ങൾ കുറവുകൾ മകനിലിങ്ങനെ അല്ലെങ്കിൽ മകളിൽ പറഞ്ഞു കൊടുത്ത് അപ്പനെ ഒരു ശത്രുവാക്കിയാണ് വളർത്തുന്നത്. അത് ആ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അത് ഒരിക്കലും ഈ അമ്മമാർ മനസ്സിലാക്കുന്നില്ല. പാരൻസ് എന്ന നിലയിൽ നമ്മൾ എന്താണോ പറയുന്നത്, ഇപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക, ഫാമിലിയായിട്ട് ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റീവാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഗോസിപ്പാണ് പറയുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ഇതും അവരുടെ അകത്തോട്ട് പോകും. അവരും വളർന്നു വരുമ്പോൾ അവരും ഈ സ്വഭാവം തന്നെ അവരും പ്രകടിപ്പിക്കും. മറ്റുള്ളവരുടെ കുറ്റം പറയാ, അല്ലെ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ്. തീർച്ചയായിട്ടും അതിന് ചെയ്യേണ്ട ഒരു കാര്യം കഴിവതും നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പോ നെഗറ്റീവോ പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ ഫാമിലി ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ സംസാരിക്കാനുള്ളത് ഈ വീണുപോയവനെയും അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ നെഗറ്റീവ് വശങ്ങളല്ല. ഇത് ഈ കുഞ്ഞിൽ നമ്മൾ വിതയ്ക്കുന്ന ഒരു വിത്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പറയേണ്ടത് യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിക്കുന്ന ശുശ്രൂഷായി അമേൻ യേശുവിൻ്റെ കാലഘട്ടം കൊണ്ട് തീർന്നില്ല. അത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്നു. നമ്മുടെ ഈ തലമുറയിലും ദൈവം മരിച്ചവരെ ഉയർപ്പിക്കും. ദൈവവചനവും അതിൻ്റെ ആഴങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുവാനിടയാകണം. അവർ നമ്മളുടെ ജീവിതം കണ്ടിട്ട് വേണം പറയാൻ ഈ യേശുവിനെ എനിക്കും പിന്തുടരണമെന്നുള്ളത്. ഇന്ന് അനേക ഭവനങ്ങളിൽ ഫുഡ് കഴിക്കുമ്പോഴും അനേക മാതാപിതാക്കൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് സഭാ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ കാണുന്നത് TV-യാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് അപ്പൻ മൊബൈൽ എടുക്കുന്നു, മക്കൾ മൊബൈൽ എടുക്കുന്നു, അവർക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതും കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അവരോട് മിണ്ടാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ചില പാരൻസ്
ടൈം എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ മറ്റ് പല കാര്യങ്ങളിലേക്കും അവർ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് അവർ മറ്റ് പല കാര്യങ്ങളിലും അഡിക്റ്റ് ആയിപ്പോൾ. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ, കുഞ്ഞുങ്ങൾ പല ചലഞ്ചസ് അവരുടെ മുമ്പിലുണ്ട്, അത് കേൾക്കാനോ അതിന് വേണ്ടുന്നതായ ഗൈഡൻസ് കൊടുക്കാനോ ഇന്ന് പല മാതാപിതാക്കൾക്ക് സമയമില്ലെന്ന് തന്നെയല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പലർക്കും അറിയത്തുമില്ല. കാരണം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഈ രാജ്യവും നീതി അന്വേഷിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എങ്ങനെ കൈമാറിക്കൊടുക്കുന്നത്? അമ്മയും അല്ലെങ്കിൽ പേരൻസ് റീൽസ് കാണുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ റീൽസ് കാണും. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുവാനിടയായി. അവൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി ചലഞ്ചസ് അവളുടെ മുമ്പിലുണ്ട്. അവളുടെ കൂടെ പഠിക്കുന്ന അന്യമതസ്ഥയായ ഒരു കുട്ടി അവളുടെ മതത്തെ പുകഴ്ത്തി പറയുകയും ആ മതപ്രകാരം എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും ആ മതപ്രകാരം എങ്ങനെ ജീവിക്കണമെന്നും അവളെ പഠിപ്പിക്കുന്നു. അവളൊരു വിശ്വാസ കുടുംബത്തിൽപ്പെട്ടവളാണ്. ഇവൾ ഒരു വിശ്വാസ കുടുംബത്തിൽപ്പെട്ടതാണ്. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടി അവളുടെ മതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവക്കറിയത്തില്ല ബൈബിളിൽ കൂടി ഇതിനെ എങ്ങനെ എതിർക്കണമെന്നോ അല്ലെങ്കിൽ യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ ഈ കുട്ടിക്ക് അറിയത്തില്ല. അവൾ വന്ന് അവളുടെ ചർച്ചിലെ പാസ്റ്ററോട് ചോദിക്കുകയാണ്, അവളുടെ പേരൻസിനോട് ചോദിക്കുകയാണ്, ഈ പറയുന്നതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ, എൻ്റെ കൂട്ടുകാരി പറയുന്നതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? പാസ്റ്റർ അവളോട് ചൂടാകുന്നു, അവളുടെ പേരൻസ് അവളോട് ചൂടാകുന്നു, നിനക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലേ, നീ പോയി എല്ലാം പഠിക്കാൻ നോക്ക്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അവൾക്കൊരു ബേസ് ഇല്ല. അവളൊരു പക്ഷേ വിശ്വാസ കുടുംബത്തിലുള്ളവളായിരിക്കാം, പക്ഷെ അവൾക്കൊരു ബേസ് ഇല്ല. അവൾ കുറച്ച് കഴിയുമ്പോൾ പതിയെ മറ്റേ കൂട്ടുകാരിയുടെ ആ ഇൻഫ്ലുവൻസിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് വചനത്തിൽ നിന്ന് അകന്നു പോവാം. അവൾ വചനത്തിൽ നിന്നല്ല, അവൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് തന്നെ അവൾ ഔട്ടാകുവാനിടയായിത്തീരും. അതിന് കാരണം ആരാ? അവളുടെ മാതാപിതാക്കളാണ്. അവരൊരു ബേസ് ഇട്ട് കൊടുത്തില്ല, വചനത്തിലൊരു അടിസ്ഥാനം ഇട്ട് കൊടുക്കാത്തതുകൊണ്ടല്ലേ? വചനത്തിൽ അടിസ്ഥാനം ഇട്ട് കൊടുത്തില്ല എന്നത് തന്നെയല്ല, അവരുടെ ഭവനത്തിൽ ഒരു എന്താ പറയുക, അവർ തമ്മിലൊരു നല്ല ബന്ധവുമില്ല. ഈ മോളുടെ അല്ലെങ്കിൽ ഈ മോൻ്റെ വിഷയങ്ങൾ കേൾക്കാൻ അപ്പന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല. അപ്പൻ ജോലി എന്നും പറഞ്ഞ് ഓടുന്നു, അമ്മ ജോലി എന്ന് പറഞ്ഞ് ഓടുന്നു. ഈ അപ്പനും അമ്മയ്ക്കും ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ മോൾക്ക് എൻ്റെ മോനെ എങ്ങനെ സമ്പത്തുണ്ടാക്കി കൊടുക്കണം. എന്നാൽ ഈ തലമുറയിൽ സമ്പത്തല്ല വലിയ വിഷയം. നമ്മുടെ മക്കൾക്ക് വേണ്ടത് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഒരുമിച്ച് കുടുംബമായി കൂട്ടായ്മ ആചരിക്കുക, അവരുടെ സംശയങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന മറുപടി കൊടുക്കുക. അതിന് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചർച്ചിലെ പാസ്റ്ററെ സമീപിക്കുക. പാസ്റ്റർക്കും അതിന് കഴിവില്ലെങ്കിൽ ഇതിന് കൃപയുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സംശയം നിവാരണം വരുത്തണം. എനിക്ക് മറ്റൊരു ഉദാഹരണം ഓർമ്മ വരുന്നു. ഇസബേൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് എതിരായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ മകൾ അതിൽ വളർന്നു വന്നപ്പോൾ അവളും അതുപോലെ തന്നെയായി തീർന്നു. ഒരുപക്ഷെ അതിന് കാരണം ഇവർ വീട്ടിൽ സംസാരിക്കുന്നത് ഫുൾ ഈ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചുള്ള കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ കുഞ്ഞുതിലെ മുതൽ അവരെക്കുറിച്ചുള്ള ഒരു കയ്പായിരിക്കാം നിറച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം അവളും വലുതായി വന്നപ്പോൾ അമ്മ ചെയ്യുന്നത് എന്താണെന്ന് കൊച്ചിലെ മുതലേ മകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. മകൾക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇപ്പം ദൈവദാസന്മാരുടെ കുറ്റം പറയുന്ന ഒരപ്പനാണ് അമ്മയാണെങ്കിൽ അവർക്കുണ്ടായ മകൾ അല്ലെങ്കിൽ മകൻ വളർന്നു വരുന്നത് ഈ കുറ്റം കേട്ടോണ്ടാണ്. ഈ കുറ്റം കേട്ടുകൊണ്ട് വരുന്ന കുഞ്ഞ് ഒരിക്കലും ദൈവദാസന്മാരെ ഇഷ്ടപ്പെടില്ല, ദൈവവേലയെ സ്നേഹിക്കത്തില്ല. സഭയിൽ പോയാലും പാസ്റ്റർ പറയുക എല്ലാവരും ദൈവത്തെ സ്തുതിക്ക് അല്ലെങ്കിൽ വചനം ശ്രദ്ധിക്ക് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് ഒരിക്കലും വചനത്തെ ശ്രദ്ധിക്കത്തില്ല, ഒരിക്കലും ഈ പാസ്റ്ററെ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഈ കുഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്നത് മുഴുവൻ പാസ്റ്ററിൻ്റെ കുറ്റവും അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളുടെ കുറവുകളുമാണ്. കാരണം ഈ പറയുമ്പോൾ ഈ മാതാപിതാക്കളുടെ ചിന്ത 10 കുറ്റം പറയുമ്പോൾ എന്തോ ഞങ്ങൾ നേടി എന്നുള്ളതാണ്. എന്നാൽ അവർ ഓർക്കുന്നില്ല ഒരു തലമുറ പിറകെ വളർന്നു വരുന്നുണ്ട്, ഈ തലമുറയെ നിത്യനാശത്തിലേക്ക് വിടുന്നതെന്ന് അവരറിയുന്നില്ല. നാളെ ഒരിക്കൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ
ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉപദേശം പറയാൻ പാസ്റ്റർക്ക് ഒരു സാഹചര്യമില്ല. കാരണം പാസ്റ്ററെക്കുറിച്ചുള്ള കുറ്റം കേട്ടല്ലേ കുഞ്ഞു വളർന്നത്. അതുപോലെ ചർച്ച് പൊളിറ്റിക്സ് കണ്ടല്ലേ കുഞ്ഞു വളർന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ പെന്തക്കോസ്റ്റുകാരായിട്ടുള്ളവർ പോലും ഇന്ന് നമ്മളായിരിക്കുന്ന സിറ്റി തന്നെ ഒരു ചർച്ചിലും പോകാതെ അകന്ന് നിൽക്കുന്ന പലരുമുണ്ട്. എനിക്കറിയാവുന്ന പലരുമുണ്ട്. പോകാൻ അവരുടെ നാട്ടിൽ നിന്നുള്ള അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അവർക്കെങ്ങും പോകാൻ വയ്യ. പലരെയും ഞാൻ തന്നെ നിർബന്ധിച്ചിട്ടുണ്ട്, ഒന്ന് വന്ന് കണ്ട് നോക്ക്. പക്ഷേ അവരുടെ മൈൻഡിൽ കിടക്കുന്ന പാസ്റ്ററും അവരുടെ മൈൻഡിൽ കിടക്കുന്ന ഉപദേശവും എല്ലാം ചർച്ച് പൊളിറ്റിക്സും അന്യോന്യം വഴക്കുണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. അപ്പൻ ചെയ്യുന്നതേ മകൻ ചെയ്യത്തുള്ളൂ, അമ്മ ചെയ്യുന്നതേ മകൾ ചെയ്യത്തുള്ളൂ. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകൃപയിലേക്ക് തിരിച്ചു വരുത്താൻ മാതാപിതാക്കളും അതിൽ വലിയൊരു പങ്ക്, അവർക്കും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസത്തിന് നമ്മൾ സാഹചര്യം ഒരുക്കുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി അവർ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ പിതാവിനേക്കാൾ ഒരു നല്ല പിതാവ് നമുക്ക് ഉയരത്തിൽ ജീവിക്കുന്നു. കർത്താവ് ഇങ്ങനെ പറയുന്നു, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്നായ പിതാവ് എത്ര അധികം. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മൾ വളർന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ നല്ല സാഹചര്യത്തിൽ അവർ ജീവിക്കണം. അവർ നമ്മൾ ഈ പ്രായത്തിൽ ധരിച്ചതിനേക്കാൾ നല്ല വസ്ത്രം ധരിക്കണം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, അവർക്ക് എല്ലാ സാഹചര്യങ്ങളും മേത്തരമാകണം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റെന്തിനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അവരെ കണക്ട് ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മുടെ നല്ല ഉപദേശകന്. യേശു കർത്താവ് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ തന്നത് സകല സത്യത്തിലും നമ്മെ വഴി നടത്താനാണ്. അപ്പം ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി അവരെ നമ്മൾ ഉത്സാഹിപ്പിക്കണം. ഇപ്പം പെന്തക്കോസ്റ്റ് അനുഭവം എന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ ഇറങ്ങി കാത്തിരുന്നവരുടെ മേൽ തീനാവുകളായി പതിഞ്ഞ് അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെന്ന് പറയുന്ന എത്ര പേർക്ക് അഭിഷേകമുണ്ട്, എത്ര പേർ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പലരും പല എക്സ്ക്യൂസ് പറഞ്ഞ് മാറിപ്പോവുകയാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ ബുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സോളിന് വേണ്ടിയുള്ള കാര്യം നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നല്ല വസ്ത്രം കൊടുക്കുന്നു, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, നല്ല ആഹാരം കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ സ്പിരിറ്റിന് വേണ്ടുന്നതാകുന്ന കാര്യങ്ങൾ, നമ്മുടെ ആത്മാവിന് വേണ്ടുന്നതാകുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അറിവ് ചീർപ്പിക്കുന്ന അല്ലെങ്കിൽ അറിവ് കൊണ്ട് ചീർത്ത ഒരു തലമുറയുടെ മധ്യ നമ്മളായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആത്മീയ വിഷയമൊഴിച്ച് ബാക്കി സൂര്യന്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മക്കൾക്കറിയാം, നമ്മുടെ തലമുറകൾക്കറിയാം. എന്നാൽ ഈ മറ്റെല്ലാ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ ആത്മീക കാര്യമാണ്. സ്പിരിച്വലി ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആത്മീകമായി വീണ്ടും ജനനം പ്രാപിച്ചവരാണോ നമ്മുടെ മക്കൾ? ഇപ്പോൾ വിവാഹ കമ്പോളത്തിൽ തന്നെ നോക്കിയാൽ ഇപ്പം പറയുന്നൊരു കാര്യം, എല്ലാ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്, ഫാമിലിയെ നോക്കുന്നുണ്ട്, ജോലി നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരുവളാണോ എന്ന് ആരും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ആളുടെ പണ്ടുള്ളവർ പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണിനെ എടുക്കാൻ പോകുമ്പോൾ, ഒരു മോന് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ മോളെയല്ല നോക്കേണ്ടത്, അവളുടെ അമ്മയെ നോക്കണം. കാരണം അമ്മ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ മോളും പ്രാർത്ഥിക്കുന്നവളായിരിക്കും. അമ്മ ദൈവകൃപയിലുള്ളതാണെങ്കിൽ മോളും ദൈവകൃപയിലുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ ഈ നാളുകളിൽ ഒത്തിരി നമ്മുടെ ഈ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.
നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ തന്നെ ഒരു റോൾ മോഡലായിട്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേണ്ടെന്നല്ല ഞാൻ ആദ്യം മുതൽ പറയുന്നത്. തലമുറകൾക്ക് വേണ്ടി ഉപസിച്ചോ പ്രാർത്ഥിച്ചതിനേക്കാൾ നമ്മൾ ദൈവകൃപയിൽ നിൽക്കുക, നമ്മൾ നിറഞ്ഞ് കവിയുന്നത് നമ്മുടെ മക്കളിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരും. നമ്മൾ ദൈവകൃപയിൽ മുതിർന്നു വരിക, നമ്മുടെ മക്കളിലും അതിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടാകുവാനിടയാകും. ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാം, ഇത് പാരമ്പര്യമായിട്ടുള്ള സ്വഭാവമാണോ, ഇതിനൊരു വ്യത്യാസം വരത്തില്ലേ എന്നൊക്കെ നമുക്ക് തന്നെ ചിന്ത തോന്നാം. സ്വാഭാവികമാണ്. അപ്പൻ്റെ സ്വഭാവമാ മോന്, അമ്മയുടെ സ്വഭാവമാ മോന് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസന്നിധിയിൽ കർത്താവിന് തിരുത്താൻ കഴിയാത്ത ഒരു സ്വഭാവത്തിനും മനുഷ്യൻ അധീനനല്ല. വചനം ഇങ്ങനെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ, വാർത്തവും പിതൃപാരമ്പര്യവുമായുള്ള നമ്മുടെ പഴയ നടപ്പിൽ നമ്മെ വീണ്ടുകൊണ്ടത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വിലയ്ക്ക് വാങ്ങപ്പെട്ട നാം ഓരോരുത്തരും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ നമ്മിൽ രൂപപ്പെടുവാനിടയായിത്തീരും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ബോണഗേനായെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിറ്റാണ് ബോണഗേനാകുന്നത്, നമ്മുടെ സോളോ ബോഡിയോ ബോണഗേനായിട്ടില്ല. പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയതും ചിന്തിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം പാപം ആസ്വദിക്കാനായിട്ടാണ്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷം നമുക്ക് കണ്ണ് കെട്ടിയോ വായ് പൊത്തിയോ ചെവി പൊത്തിയോ ഒന്നും ഇവിടെ നടക്കാൻ പറ്റത്തില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടെന്നിരിക്കും, കേൾക്കാൻ പാടില്ലാത്ത കേട്ടെന്നിരിക്കും, ചിന്തിക്കാൻ പാടില്ലാത്ത പലതും ചിന്തകളിൽ കൂടെ കടന്നു വന്നെന്നിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, പാപം ആസ്വദിക്കാനായിട്ടല്ല നമ്മളത് നോക്കിയത്, കണ്ടത് അല്ലെങ്കിൽ കേട്ടത്. നമ്മൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ചിന്തകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കൂടെ കടന്നുപോയി. പക്ഷെ പാപമാണെന്ന് തിരിച്ചറിഞ്ഞ സെക്കൻഡിൽ നമ്മൾ മടങ്ങി വന്ന് യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിക്കുകയാണ്. കഴുകൽ പ്രാപിക്കുമ്പോൾ അപ്പനിലൂടെ പകരപ്പെട്ട പാപസ്വഭാവമാകട്ടെ, അമ്മയിലൂടെ പകരപ്പെട്ട പാപസ്വഭാവമാകട്ടെ, അത് അവിടം കൊണ്ട് ബ്രേക്ക് ആകുവാനിടയാകും. ഇപ്പം നമ്മുടെ സ്പിരിറ്റാണ് ബോണഗേന എന്ന് പറയുമ്പോൾ തന്നെ ദൈവവചനത്തിലും യേശുവിൻ്റെ രക്തത്തിലും നമ്മുടെ സോളിനെയും ബോഡിയെയും നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാനും, കൺട്രോൾ ചെയ്യണം. അതെ, സ്പിരിറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു റലത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. വചനം പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. അപ്പം ഇന്നലകളിൽ നമ്മൾ അനുസരിച്ച് നടന്നത് ആരെയാണ്? ഇന്നലകളിൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നു, അല്ലെങ്കിൽ അപ്പൻ്റെ പാരമ്പര്യ സ്വഭാവത്തെ, പാരമ്പര്യ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, അമ്മയുടെ നമ്മൾ അനുസരിച്ച് നടന്നു. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. ഇന്ന് നമ്മൾ ജഡത്തെ അനുസരിക്കാതെ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മിൽ പകരപ്പെടുവാനിടയായത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന് ഒരിക്കലും പാരമ്പര്യമെന്നോ പാരമ്പര്യ സ്വഭാവമോ എന്ന് പറഞ്ഞ് തൻ്റേതായ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറിയിരിക്കാൻ കഴിയത്തില്ല. അവൻ പുതിയ സൃഷ്ടിയാണ്, വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. ആമേൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി ഇരിക്കുവാനാണ് ഏറ്റവും ഉത്സാഹിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ അനേകർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അനേകരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനത്തിന് സമർപ്പിക്കപ്പെട്ടവർ കൈപൊക്കാൻ പറയുമ്പോൾ അനേകർ പലയിടങ്ങളിൽ കൈപൊക്കി അനേകരെ സ്നാനപ്പെടുത്തുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമായി തോന്നിയത് കഴിഞ്ഞ ഏപ്രിലിൽ നമ്മുടെ ചർച്ചിൽ സ്നാനം പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യപ്പെടാതെ സ്നാനത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ പൊന്നൂസ് നമ്മുടെ മൂത്ത മോൾ ആദ്യം സ്നാനപ്പെടാനായിട്ട് സമർപ്പിക്കപ്പെട്ട് എഴുന്നേറ്റു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൾ മറ്റുള്ളവർക്ക് ഞാൻ പ്രവാചകനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റു പലതുമായിരിക്കാം. പക്ഷെ എൻ്റെ മോള്, അവൾ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്നെ കണ്ട വളരുന്നത്. അവൾ ആരുടെയും നിർബന്ധത്താലോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, കർത്താവായിട്ടുള്ളൊരു എൻകൗണ്ടറിലാണ് അവൾ എഴുന്നേറ്റ് നിന്നത്, സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചത്. അതെ, അങ്ങനെ സമർപ്പിച്ചത് അതെൻ്റെ ജീവിതത്തിൽ മിനിസ്ട്രി എന്നല്ല,
അത് വ്യക്തിപരമായ ജീവിതത്തിൽ പോലും അതൊരു വലിയൊരു എന്നാ പറയുക, അതൊരു ഒരു ഒരു വലിയൊരു സാക്ഷ്യമാണ് ആ പറയുന്നത്. ഇപ്പം പഴയ നിയമത്തിൽ അപ്പൻ്റെ സ്വഭാവം മകനിലേക്ക്, അമ്മയുടെ സ്വഭാവം മകളിലേക്കൊക്കെ പകരപ്പെട്ട് നമുക്ക് പറയാനുണ്ടെങ്കിലും യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സഭാ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ കർത്തദാസന്മാരുടെ കുറ്റങ്ങൾ അന്യോന്യം പറയാതിരിക്കുകയോ, നമ്മുടെ ഭവനം അത് ദൈവകൃപയുടെയും അത് ഉയർപ്പിൻ്റെ സാക്ഷ്യങ്ങളുടെയും വേദിയാകേണ്ടിടത്ത് നിരാശയുടെയും വിമർശനത്തിൻ്റെയും അപവാദത്തിൻ്റെയും വേദിയാകാതെ അവിടെ പ്രത്യാശയുടെ കാര്യങ്ങൾ പറയാൻ തയ്യാറായാൽ ആ സ്പിരിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും, കൃപയുടെ സ്പിരിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും വ്യാപരിക്കുവാനിടയായിത്തീരും. നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള തലമുറകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പണ്ട് പേരൻസിനെ കണ്ട് വളർന്ന് ആ ഒരു ദൈവകൃപയിൽ നടക്കാത്ത ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പാരമ്പര്യ സ്വഭാവത്തിന്, പാരമ്പര്യമായി പാപ സ്വഭാവത്തിന്, പാപ ആസക്തിക്ക് അടിപ്പെട്ട ഒത്തിരി തലമുറകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ മടങ്ങി വരവിന് വേണ്ടി, ദൈവകൃപയിലേക്ക് അടുത്തു വരാനായി നമുക്ക് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് അല്പനേരം കർത്താവെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവസരമൊരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മീഡിയയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാരമ്പര്യമായി പാപ സ്വഭാവത്തിനും പാപ ആസക്തിക്കും അടിപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. അവരുടെ എല്ലാ പാപ സ്വഭാവത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കണമേ. കർത്താവെ, ചർച്ച് പൊളിറ്റിക്സിൽ മനം തകർന്ന്, കർത്താവെ, ദൂഷണങ്ങൾ, അപവാദങ്ങൾ കേട്ട് മനം തകർന്ന തലമുറകളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. അവരാരും നശിച്ചു പോകുവാൻ, പിന്മാറ്റത്തിൽ പോകുവാൻ ദൈവം അനുവദിക്കരുത്. അങ്ങനെ പിന്മാറ്റത്തിൽ കിടക്കുന്നവർ ദൈവകൃപയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പാരമ്പര്യമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും, എല്ലാ അവസ്ഥകളും മാറി യേശുവിൻ്റെ രക്തത്താലുള്ള ആ വിടുതൽ, ദൈവവചനത്തിൻ്റെ സ്വാതന്ത്ര്യം കർത്താവെ ഓരോരുത്തരും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.